കുറച്ചുകൂടെ മുന്നോട്ട് മതി. ഫ്രെയിം ഔട്ട് ആകാതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. കുറച്ചുകൂടെ മുന്നോട്ട് മതി. അല്ല നിങ്ങൾ ആരാ? എനിക്ക് അറിയത്തില്ലല്ലോ. എന്നെ എങ്ങനെ അറിയും? എനിക്ക് വലിയ പരസ്യമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ എങ്ങനെ അറിയും? വേണേ ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ. ഞാൻ വൈറൽ സാബു. വൈറൽ സാബു. വൈറൽ സാബു അതെന്താ അങ്ങനെ ഒരു പേര്? അതായത് ഈ ചില പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ അവരറിയാതെ അവരുടെ ചില അബദ്ധങ്ങൾ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും. എന്നിട്ട് അത് വൈറലാകും. അതാണ് ഞാൻ വൈറൽ സാബു. അയ്യേ, വൈറലാക്കുന്നത് കൊണ്ടാണ് എന്നെ വൈറൽ സാബു എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. എന്ത് മോശം? ഞാൻ വൈറലാക്കിയല്ലോ, ഒരു നല്ല നന്മയല്ലേ ചെയ്യുന്നത്. കുട്ടിയുടെ ഗ്രൂപ്പ് ഏതാണ്? എന്റെ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമല്ല ചോദിച്ചത്. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഏതാണ്? ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഇല്ല. ഇല്ലേ? ഇല്ല. എങ്കിൽ നമ്പർ തരൂ, ഞാൻ എന്റെ തൊഴുത്തിൽ ഗ്രൂപ്പിൽ കയറ്റിയേക്കാം. എന്ത് ഗ്രൂപ്പാ? തൊഴുത്തിൽ കുത്ത് ഗ്രൂപ്പാ? അതെന്റെ ഗ്രൂപ്പാണ്, ഞാനാണ് അതിന്റെ അഡ്മിൻ. എന്റെ പൊന്നേട്ടാ, എനിക്ക് ഈ ഗ്രൂപ്പിലൊന്നും വന്ന് ആരോടും ചാറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എന്തിന് സമയം? എന്തിന്? രാത്രി 12 മണി കഴിഞ്ഞ് ഒരൊറ്റ ഹായ് അതിൽ പിടിച്ച് ഞാൻ കേറിക്കോളാം. ഇമാതിരി കുറെ പേര് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് വേറെ വഴിക്ക് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ പറയരുത്. ഞാൻ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത ഒരു മനുഷ്യനാണ്. അത്ര മാന്യനാണോ നിങ്ങള്? അത്ര മാന്യനെന്നും ചോദിച്ചാൽ അങ്ങനെയല്ല. 24 മണിക്കൂർ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ എവിടെയാണ് കുട്ടി സമയം? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചാണോ? കല്യാണം അതൊരു കഥയാണ്. ചുരുക്കി പറ. അത് തേഞ്ഞു മാഞ്ഞു പോയി. എന്ത്? വൈഫ് തേഞ്ഞു മാഞ്ഞങ്ങ് പോയെന്ന്. വൈഫ് തേഞ്ഞു മാഞ്ഞു പോയി? അതെങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരാൾ? അതായത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവരൊരു 40 ഗ്രൂപ്പിലെ അംഗമായിരുന്നു. 40 ഗ്രൂപ്പിൽ. അത് മാത്രമല്ല 24 മണിക്കൂർ അവൾ മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ച് വിരല് തേഞ്ഞ അവളിപ്പോ മാഞ്ഞു പോയി. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ തെളിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അവനെ ഞാൻ പൊക്കും. അത് ഞാൻ പൊക്കിക്കോളാം. എന്റെ ചേട്ടാ, ഈ 24 മണിക്കൂർ ഈ ഫേസ്ബുക്കിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടാനാ? തല്ല് കിട്ടും. അതും കിട്ടാറുണ്ടോ? നല്ല തല്ല് കിട്ടും. അല്ലെ, എപ്പോഴാ തല്ലൊക്കെ കിട്ടാറ്? അതായത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു. ഒന്നും മടിച്ചില്ല, ഞാൻ നല്ലൊരു കമന്റ് അങ്ങ് ഇട്ടു. നല്ല കമന്റ്? നല്ല കമന്റ്. എന്തായിരുന്നു നല്ല കമന്റ്? നല്ല കിടുക്കാച്ചി കണ്ണാണല്ലോ, നല്ല മൂക്കാണല്ലോ, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് നല്ലൊരു തലക്കെട്ടോടുള്ള ഒരു കമന്റ് അങ്ങ് ഇട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം കുറെ ചെറുപ്പക്കാർ വന്ന് എന്നെ ഇറഞ്ചം പുറഞ്ചം തല്ലി. അടിപൊളി. കാളം കൂളം എന്നെ തല്ലി. മോശം ഭാഷ ഉപയോഗിച്ചോണ്ടല്ലോ അല്ലേ? അല്ലല്ല. എന്ത് പറ്റി അങ്ങനെ തല്ലാൻ? അതല്ലേ സംഭവം. ഈ തല്ലാൻ വന്നതിൽ ഒരുത്തന്റെ പെങ്ങളായിരുന്നു ഈ പെൺകുട്ടി. അത് കഴിഞ്ഞ ദിവസം കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതൊന്നും അറിയാതാണ് ഞാൻ ഈ വെടലത്തരം എഴുതി പിടിപ്പിച്ചത്. വെടലത്തരമാണെന്ന് അപ്പൊ ചേട്ടൻ അറിയാം. മരിച്ച പെൺകുട്ടിയുടെ മരണ വാർത്ത അറിയിക്കുന്ന പോസ്റ്റിന്റെ താഴെയാണ് ഞാൻ ഈ ചെയ്ത് ചെയ്തത്. അക്ഷരാഭ്യാസം ഇല്ലല്ലോ അല്ലെ? നന്നായി. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് അങ്ങനെ വലിയ പ്രതികരണങ്ങളൊക്കെ അറിയിക്കാതെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരൂ. നിങ്ങൾ ആ മുഖം കാണിച്ച് സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ട് വേണം നമ്മുടെ പ്രതികരണം നാട്ടുകാരെ അറിയിക്കാൻ. അല്ലാതെ ഒളിച്ചിരുന്നിട്ടല്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുട്ടടിക്കും. ഞങ്ങളുടെ ഈ ഒളിച്ചും പാത്തു വിരുന്നിടുന്ന കമന്റിന് ഒരു സുഖമുണ്ട്. അറിയാമോ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും ഞങ്ങൾ കൊല വിളിക്കും. പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ചെയ്യില്ല. ഇയാളുടെ പേര് വൈറൽ പനി. വൈറൽ പനിയല്ല, വൈറൽ സാബു. വൈറൽ സാബു. വൈറൽ സാബു. എന്താണ് പരിപാടി? എന്താണ്? അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അബദ്ധങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് നിങ്ങളെ വൈറലാക്കി തരും. ഞാൻ പിന്നെ അശ്വതി ഒന്ന് വൈറലാക്കണമെന്ന് വിചാരിക്കും. അശ്വതിയെ ഒന്ന് വൈറലാക്കി എടുക്കണം. അത് എങ്ങനെ ചെയ്യും? 24 മണിക്കൂർ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ കൊച്ചേ. എവിടെയെങ്കിലും ഒന്ന് തട്ടി വീണു അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഞാനത് യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത് അത് വൈറലാക്കി എടുക്കും. അത് ശരിയാ. അപ്പൊ അട്ടികളുടെ അസുഖമാണ് അത്. അതാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തല്ലും കിട്ടാറുണ്ട്. അത് കിട്ടണം. തനിക്ക് വൈറലാകണോ? എനിക്ക് വൈറലാകണോ? എനിക്ക് വൈറലാകണോ? താല്പര്യമില്ല. എന്നാലും കേക്കട്ടെ. എങ്ങനെയാണ്? കേക്കട്ടെ. അതിന് നിസ്സാര സംഭവം. ഇപ്പൊ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നെൽസന്റെ ഈ ഭാഗത്ത് ഒരു കൊതു കടിക്കുന്നു വിചാരിക്കുക. അശ്വതി അത് കാണുന്നു.
ഓടി വന്ന ആ കൊതുകിനെ സഹോദര സ്നേഹം കൊണ്ടാണ് കേട്ടോ ദേ ആ കൊതുകിനെ ഇങ്ങനെ അടിച്ചോടിക്കുന്നു. ഞാനത് ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ടൊരു തലക്കെട്ട് കൊടുക്കുന്നു. എന്താണ് തലക്കെട്ട്? എന്താണ്? പെണ്ണിന്റെ അഹങ്കാരം. ആങ്കർ ഒരു ആർട്ടിസ്റ്റിനെ തല്ലി. പെണ്ണിന്റെ അഹങ്കാരം. അതാണ്. കൊള്ളാം, സൂപ്പർ ഐഡിയ. അപ്പൊ അവിടെ നെൽസൺ വൈറലാകുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കുറെ ഇങ്ങനെ ആകുന്നുണ്ടല്ലോ. താങ്കൾക്ക് താല്പര്യമുണ്ട്, താങ്കൾക്ക് വൈറലാവണ്ടേ? എന്നെ ആര് വൈറലാക്കാണ്? നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങള് ആക്കാം. ആണോ? എങ്ങനെ? അതൊക്കെ ഐഡിയ ഉണ്ടെന്ന്. സൂപ്പർ ഐഡിയ അല്ലേ? ഒരു ഐഡിയ ഞാൻ പറയാം. അതായത് താങ്കൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു. ഞാൻ ഇങ്ങനെ നിന്ന് ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ ഞാൻ വന്ന് താങ്കളെ തല്ലുന്നു. എന്നെ തല്ലുന്നു. അവിടെ ഞാൻ എങ്ങനെയാണ് വൈറലാകുന്നത്? ഞാൻ തല്ലുന്നു. തല്ലുകൊള്ളുമ്പോ താൻ ഞെട്ടി ഉണരുന്നു. എന്നെ ദേഷ്യം നോക്കുമ്പോൾ അശ്വതി ഇരുന്ന് ചിരിക്കും, കളിയാക്കി ചിരിക്കുന്നു. അപ്പൊ തനിക്ക് ദേഷ്യം വരുന്നു. താങ്കൾ ചെന്ന് അശ്വതി അടിക്കുന്നു. ഇത്ര പോരെ? സൂപ്പർ. പിന്നെ ഇത്ര നല്ലൊരു അവതാരക തല്ലി എന്നും പറഞ്ഞൊരു സംഭവം കൂടി ഇട്ട് കൊടുത്താൽ താങ്കൾ ആരെ എവിടെ ചെന്ന് നിൽക്കും? അതാണ് പറഞ്ഞത്. അപ്പൊ അതൊന്നും ചെയ്താലോ നമുക്ക്? ഒന്ന് ഷൂട്ട് ചെയ്യണം ഇത്. ഞാൻ ഉദ്ദേശിച്ച പോലെ നീ പൊരിച്ച മോനാണ്. നീ പൊരിച്ച മീനാണ്. മീനല്ല, നീ ഭയങ്കര സംഭവം. അങ്ങനെ ശരി. അപ്പൊ അശ്വതി നോക്കാം. അപ്പൊ ഈ ചേട്ടൻ ഉറങ്ങുന്നു, ചേട്ടൻ അടിക്കണു, ഞാൻ ചിരിക്കുന്നു, പുള്ളി എന്നെ അടിക്കുന്നു. നല്ലപോലെ കളിയാക്കി ചിരിച്ചോ കേട്ടോ, എനിക്ക് ദേഷ്യം പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ ചേട്ടൻ ഉറങ്ങിക്കോ. ഉറങ്ങല്ലേ? ഞാൻ വൈറലാകും. അപ്പൊ ഞാൻ ഉറങ്ങണം. അവിടെ അങ്ങോട്ട് മാറി നിന്ന് ഉറങ്ങിയാൽ മതി. ഇവിടെ നിന്ന് ഉറങ്ങിയാൽ വൈറലാകില്ലേ? അവിടെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് ഉറങ്ങിയ കാലയിലാവുന്നു. നന്നായിട്ട് ഉറങ്ങിയാ? നന്നായിട്ട് ഉറങ്ങണം. നല്ല തൂങ്ങിപ്പോട്ട്. അയ്യോ, അശ്വതി എവിടെ? അശ്വതി തനിക്ക് തല്ലാൻ വേണ്ടിയുള്ള കുട്ടിയാണെന്നാ തന്റെ വിചാരം? അതെ, ഇവിടെ അവതാരമായിട്ട് ഞങ്ങൾ പൊന്നെ പോലെ ഉണ്ടാകുന്ന കുട്ടിയാണ്. തനിക്ക് തല്ലണം. അപ്പം അല്ല, എനിക്ക് വൈറലാകണ്ടേ? അപ്പൊ അത് പറ്റില്ല. അങ്ങനെ കുട്ടിയെ പിന്നെ ഞാൻ എങ്ങനെ വൈറലാകും? ഇതേ കൂടുതൽ എങ്ങനെയാണ് നീ വൈറലാവുന്നത്? ഇത്രയും പോരെ? ഇപ്പൊ ഒരു കാര്യം അത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. ബിനു അത് എടുത്തിട്ടില്ലേ? ഉണ്ടല്ലോ, ഞാൻ തല്ലുന്ന എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ തല്ലി വന്നു, ബഹളം വെച്ചു, തല്ലി. അപ്പൊ ആവല്ലേ? എന്താ അങ്ങനെ ചെയ്ത എന്റെ വിലയും നിലയും നഷ്ടമാകത്തില്ലേ? സമൂഹത്തിലുള്ള എന്റെ അന്തസ്സ് നശിക്കത്തില്ലേ? താനൊന്ന് വിട്ടിത്തരവാണി പറയുന്നത്. എന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടില്ലേ? അത് ശരി. അപ്പൊ നിന്നെ പോലുള്ളവർക്കുള്ള ഈ ആത്മാഭിമാനവും അന്തസ്സും അഭിമാനവും ഒക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഇല്ല. ഇതൊന്നും ഉണ്ടോ? ഉണ്ട്. തനിക്ക് ഈ പറഞ്ഞ അഭിമാനവും അന്തസ്സും എല്ലാം ഞങ്ങൾക്കും ഉണ്ട്. തനിക്കും ഉണ്ട്. ഉണ്ടാക്കി ചുരുട്ടി കച്ചത്തി വെച്ചു.